ഒടിയൻ, ഇരുട്ടിലെ കാവൽക്കാരൻ. പണ്ട് വൈദ്യുതിയും റോഡുകളുമില്ലാതിരുന്ന കാലം. വള്ളുവനാട്ടിലെ ഒരു തറവാട്ടിൽ വലിയൊരു ആഘോഷം കഴിഞ്ഞ് അർദ്ധരാത്രിയോടെ മടങ്ങുകയായിരുന്നു രാമൻ നായർ. കയ്യിലൊരു ഓലച്ചൂട്ടും ചെറിയൊരു വടിയും മാത്രം. കൂരിരുട്ടുള്ള പാതയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നാണ് അന്തരീക്ഷം മാറിയത്. കാറ്റടിക്കുന്നത് നിന്നു. തവളകളുടെ കരച്ചിൽ നിശബ്ദമായി. വഴിയിലെ വിചിത്ര ജീവി. കുറച്ചുദൂരം നടന്നപ്പോൾ വഴിയുടെ നടുവിൽ ഒരു കറുത്ത രൂപം കിടക്കുന്നത് രാമൻ കണ്ടു. ചൂട്ടുവെളിച്ചത്തിൽ നോക്കിയപ്പോൾ അതൊരു കാളക്കുട്ടിയാണെന്ന് തോന്നി. പക്ഷേ ആ കാളക്കുട്ടിക്ക് സാധാരണയിൽ കവിഞ്ഞ വലുപ്പമുണ്ടായിരുന്നു. അതിന്റെ കണ്ണുകൾ കനൽ പോലെ തിളങ്ങുന്നു. രാമൻ നായർക്ക് പന്തികേട് തോന്നി. അദ്ദേഹം പതുക്കെ മാറി നടക്കാൻ ശ്രമിച്ചു. രൂപമാറ്റം. പെട്ടെന്നൊരു വലിയ ശബ്ദത്തോടെ ആ കാളക്കുട്ടി അപ്രത്യക്ഷമായി. പകരം വഴിയരികിലെ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു വലിയ കരിമ്പൂച്ച ചാടി വീണു. രാമൻ നായർ ഭയന്നില്ല. കാരണം ഒടിയന്മാരെക്കുറിച്ച് അദ്ദേഹം കേട്ടിട്ടുണ്ട്. ആരാടാ അത് എന്ന് അദ്ദേഹം ഗർജിച്ചു. അപ്പോഴാണ് ആ ഭീകരമായ സത്യം വെളിപ്പെട്ടത്. പൂച്ച പെട്ടെന്നൊരു മനുഷ്യരൂപമായി മാറി. ചെവിക്കു പിന്നിൽ എണ്ണ തേച്ച, തലയിൽ മുണ്ടുകെട്ടിയ, കൈയിൽ ഒടിമരുന്നുള്ള ഒടിയൻ. അയൽഗ്രാമത്തിലെ ഒരു ജന്മി അയച്ച വാടക കൊലയാളിയായിരുന്നു അവൻ. ഒടിവിദ്യയുടെ പ്രയോഗം. ഒടിയൻ തന്റെ കൈയിലുള്ള ചെറിയ മരക്കഷ്ണം, ഒടിവടി, വായുവിൽ ചുഴറ്റി രാമൻ നായരെ ആക്രമിക്കാനടുത്തു. ഒടിയന്മാരുടെ പ്രധാന വിദ്യ ഇരയെ ഭയപ്പെടുത്തി മരവിപ്പിക്കുക എന്നതാണ്. ഭയന്നു നിൽക്കുന്ന ആളുടെ കഴുത്ത് ഒടിക്കുകയാണ് അവരുടെ രീതി. പക്ഷേ രാമൻ നായർ ധൈര്യം കൈവിട്ടില്ല. തന്റെ കൈയിലുണ്ടായിരുന്ന വടികൊണ്ട് ഒടിയന്റെ തലയിലെ മുണ്ടിൽ ഒരടി കൊടുത്തു. വിശ്വാസമനുസരിച്ച് തലയിലെ മുണ്ട് മാറിയാൽ ഒടിയന്റെ മാന്ത്രിക ശക്തി നഷ്ടപ്പെടും. മുണ്ട് നിലത്ത് വീണതോടെ ഒടിയൻ ഒരു സാധാരണ മനുഷ്യനെപ്പോലെ തളർന്നു വീണു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഗ്രാമവാസികൾ കണ്ടത് വഴിയിൽ ബോധമില്ലാതെ കിടക്കുന്ന ഒരാളെയാണ്. കഥയിലെ